നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദാഹ്യവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ അൽക്കമാം എന്നെ തന്റെ ഫ്രണ്ട് ആക്കുകയും തന്റെ അവിവാഹിത ജീവിതത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇന്ന് മാമിന്റെ ആ ജീവിത മന്ത്രം നിങ്ങൾ കേൾക്കും. നമ്മുടെ തീരുമാനത്തെ ശരിയെന്ന് തെളിയിക്കുക എന്നത് നമ്മുടെ സ്വന്തം കൈകളിലാണ്. എന്നാൽ മാം തന്റെ ഏകാന്തത മാറ്റാൻ രാശീലിനെപ്പോലെയുള്ള യുവ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഉയർന്ന സ്വവർഗാനുരാഗ സംശയം ബലപ്പെടുന്നതായി എനിക്ക് തോന്നുന്നു. മാമിന്റെ ഈ അടുപ്പമുള്ള പെരുമാറ്റം എന്നിൽ ഭയമുണ്ടാക്കുന്നു. ഞാൻ ഒരു സമ്പന്നയായ മധ്യവയസ്കയുടെ ചൂഷണത്തിന് ഇരയാകാൻ പോകുകയാണോ? എന്റെ മനസ്സിൽ സംശയത്തിന്റെയും ഭയത്തിന്റെയും വാൾ തൂങ്ങിക്കിടക്കുന്നു. അടുത്ത തവണ ക്ഷണിച്ചാൽ ഞാൻ അവരുടെ വീട്ടിൽ പോകണോ? ഇതിനിടയിൽ രണ്ടാമത്തെ കഥയിൽ ഞാൻ പേടിപ്പിച്ചു ഓടിച്ച മന്ത് തന്റെ തന്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. സൗമ്യയ്ക്ക് അവനെ കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അവൻ തന്റെ അധ്യാപികയായ എന്നെ തന്നെ ലജ്ജയില്ലാതെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മന്തു എങ്ങനെയാണ് പഴങ്ങളെ എന്റെ അവയവങ്ങളുമായി താരതമ്യം ചെയ്തതെന്നും അവന്റെ ഈ പ്രവൃത്തി എന്നെ എങ്ങനെ അറപ്പുളവാക്കിയെന്നും കേൾക്കൂ. ഭയം, സംശയം, ചൂഷണത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണി. പ്രേം അൻമോൾ ഹോദാഹ്യവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 7. അടുപ്പത്തോടുള്ള ഭയവും പേരക്കകളുടെ ലജ്ജയില്ലായ്മയും. മാം ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർ എന്റെ കള്ളം പിടികൂടിയെന്ന്. എന്നിട്ടും എന്റെ ബുദ്ധിമുട്ട് ഇതാണ്, അവർ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇനി എന്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. എനിക്ക് എന്നെക്കാൾ 3 വയസ്സ് മൂത്ത ഒരു ജ്യേഷ്ഠനുണ്ട്. 3 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടെ സ്ഥിരതാമസമാക്കി. അദ്ദേഹത്തിന്റെ വിവാഹവും അവിടെ ഒരു ഇന്ത്യൻ വംശജരുടെ കുടുംബത്തിലാണ് നടന്നത്. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ട്. അതിൽ ഇളയവന് ഏകദേശം നിങ്ങളുടെ പ്രായമുണ്ടാകും. മാം പ്രധാന ചർച്ചയിലേക്ക് തിരിച്ചുവന്നു. അവർ കൂടുതൽ പറയുന്നതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ മമ്മി പാപ്പയുമുണ്ട്. 2 പേരുടെയും വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് ഇപ്പോൾ 56 വർഷം തികഞ്ഞു. അവർ ചിലപ്പോൾ ഇവിടെ എന്റെ കൂടെ താമസിക്കും, ചിലപ്പോൾ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോകും. കഴിഞ്ഞ 15 ദിവസം മുമ്പാണ് അവർ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയത്. അടുത്ത 4-5 മാസം ഇനി അവർ അവിടെത്തന്നെയായിരിക്കും. അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തനിച്ച് കഴിയേണ്ടി വന്നതിൽ പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾ വിവാഹം കഴിച്ചില്ല, ആ കാര്യത്തിൽ തെറ്റുപറ്റിയതായി തോന്നുന്നില്ലേ? എനിക്കറിയാൻ ആകാംക്ഷയായി. ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എന്നെത്തന്നെ തിരക്കിലുണ്ടാക്കാനുള്ള വഴികൾ ഞാൻ കണ്ടെത്തിയിരുന്നു. ജ്യേഷ്ഠൻ അമേരിക്കയിൽ പോയ ശേഷം അവിടെ അത്രയധികം സമ്പാദിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ സ്വത്തുക്കളെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പാപ്പയുടെ സ്വത്തുക്കളെല്ലാം സ്വാഭാവികമായും എനിക്ക് ലഭിച്ചു. മാം വലിയ പണക്കാരിയാണെന്നതും അവരുടെ പാരമ്പര്യ സ്വത്തിനെക്കുറിച്ചും എനിക്ക് മനസ്സിലായി. പാപ്പയുടെ അക്രിലിക് ഇൻഡസ്ട്രിയിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ വളരെയധികം വിപുലീകരിച്ചു. പിന്നീട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ സ്കൂൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ആരംഭിച്ചു. മാം കുറച്ചുനേരം നിർത്തി തന്റെ കാര്യം പറഞ്ഞു തീർത്തു. മാം, എങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എനിക്കും ഒരു ജീവിത പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്? ഞാൻ മാമിന്റെ സ്വവർഗാനുരാഗ സംശയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് പരിഹരിക്കാൻ ഉടൻ തന്നെ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന ശ്രമത്തിലാണ് ഞാൻ. വാണി, യഥാർത്ഥത്തിൽ എന്റെ സ്വഭാവം ഇതാണ്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ തീരുമാനത്തെ ശരിയോ തെറ്റോ എന്ന് തെളിയിക്കുക എന്നത് നമ്മുടെ സ്വന്തം കൈകളിലാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാതിരിക്കാൻ ഞാൻ എന്നെ ഒരിക്കലും വെറുതെ വിടാറില്ല. മാം തന്റെ തീരുമാനത്തെ ശരിയാക്കുന്നതിനുള്ള മൂലമന്ത്രം പറഞ്ഞു. അവരുടെ കർക്കശമായ മറുപടിയിൽ ഞാൻ അസ്വസ്ഥയായി. മാം, ഞാനും വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഈ തീരുമാനം ജീവിതകാലം മുഴുവൻ എളുപ്പത്തിൽ പാലിക്കാൻ കഴിയുമോ എന്ന്. ഞാൻ എന്റെ ആകാംക്ഷയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്റെ വിശദീകരണത്തിൽ മാം സന്തുഷ്ടിയായെന്ന് തോന്നി. വാണി, ആരുടെയെങ്കിലും ലക്ഷ്യം വിവാഹമല്ലെങ്കിൽ അവർ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം നിശ്ചയിച്ച് അതിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് അയാൾ ജീവിതത്തിൽ അത്ര തിരക്കിലായിരിക്കും. അതിനാൽ അവിവാഹിതനായി തുടരുന്നതിൽ പശ്ചാത്താപമുണ്ടാകില്ല. വിശദീകരിക്കുമ്പോൾ അവരുടെ സ്വരത്തിൽ മൃദുത്വം വന്നു. അവർ പറയുന്ന അതേ മാർഗം ഒരുപക്ഷെ എനിക്കും അറിയാമായിരിക്കും. അതെ മാം, തനിച്ച് ജീവിതം ചെലവഴിക്കാൻ ഇതാണ് ശരിയായ വഴിയെന്ന് എനിക്കും തോന്നുന്നു. പിന്നെ മാം എന്നെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞു, വാണി, ഇത്രയൊക്കെ ചെയ്താലും എപ്പോഴെങ്കിലും ഏകാന്തത തോന്നാം. എന്റെ കൂടെയും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് മാറ്റാൻ ഞാൻ വിശ്വസ്തരായ സഖികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരാളായ രാശിയിൽ നിങ്ങളെപ്പോലെ യുവാവാണ്. അവൾക്ക് നിങ്ങളെക്കാൾ ഏതാനും വർഷങ്ങൾ മാത്രമേ പ്രായക്കൂടുതലുള്ളൂ. ആരാണ് ഈ രാശിയിൽ? എന്റെ മനസ്സിൽ ഉടനെ ചോദ്യമുയർന്നു. ചിലപ്പോൾ ഞാൻ രാശീലിനെ എന്റെ കൂടെ താമസിക്കാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ അടുപ്പത്തോടെ കാണുകയും ഒപ്പം താമസിക്കുകയും ചെയ്യും. ഇനി മുതൽ നിങ്ങളും എന്റെ സഖികളുടെ ക്ലബ്ബിൽ ഉൾപ്പെട്ടതായി കരുതുക. മാം എന്റെ അടുത്തിരുന്നുകൊണ്ട് എന്റെ കൈകൾ തന്റെ കയ്യിലെടുത്തു.
മാം ഇങ്ങനെ പറയുന്നത് ചെയ്യുന്നത് ഉള്ളിന്റെയുള്ളിൽ എന്നെ ഭയപ്പെടുത്തുന്നതാണ്. എന്റെ സംശയം ബലപ്പെടുന്നതായി എനിക്ക് തോന്നി. മാം ഇന്ന് എന്നെ ക്ഷണിച്ചത് അവരുടെ അപ്പപ്പോഴുള്ള ഏകാന്തത അകറ്റാനാണെന്ന് എനിക്ക് തോന്നുന്നു. വരൂ വാണി, നമുക്ക് ഭക്ഷണം കഴിക്കാം. മാം ക്ലോക്കിൽ നോക്കി എഴുന്നേറ്റു. അവർ സ്നേഹത്തോടെ എന്റെ കൈപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരു വലിയ ഡൈനിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു വലിയ മേശയുണ്ട്. അതിൽ ഒരേ സമയം 20 പേർക്ക് ഭക്ഷണം കഴിക്കാം. മേശപ്പുറത്ത് വളരെ വിലപിടിപ്പുള്ള ക്രോക്കറികളും പലതരം വിഭവങ്ങളും നിരത്തിയിട്ടുണ്ട്. അവയുടെ സുഗന്ധം വിശപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. അവിടെ ഒരുക്കിയ രുചികരമായ വിഭവങ്ങൾ ഞാൻ ആസ്വദിച്ചു കഴിച്ചു. ആ സമയത്തും മാമിനെക്കുറിച്ച് സംശയമുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ കുറച്ചുനേരം കൂടി സംസാരിച്ചു. ഞാൻ യാത്ര പറഞ്ഞു ഇറങ്ങുമ്പോൾ അവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിനു പകരം സംശയവും ഭയവും എന്നെ പിടികൂടി. അവർ പറഞ്ഞ ഞങ്ങൾ വളരെ അടുപ്പത്തോടെ കാണുകയും ഒപ്പം താമസിക്കുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത് ആദ്യമായി അവരുടെ വീട്ടിൽ പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി എപ്പോഴെങ്കിലും ഇത്തരമൊരു ക്ഷണം കിട്ടിയാൽ അവരുടെ വീട്ടിൽ പോകണോ വേണ്ടയോ? വ്യക്തമായി പറഞ്ഞാൽ ഞാൻ പേടിക്കുകയാണ്. സമ്പന്നയായ ഒരു മധ്യവയസ്കയുടെ ചൂഷണത്തിന് ഞാൻ ഇരയാകുമോ എന്ന്. രംഗം മാറുന്നു. സൗമ്യയെ മന്തുവിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതിയനുസരിച്ച് ഞാൻ കൃത്യമായ ഇടവേളകളിൽ മന്തുവിന്റെ കടയിൽ പഴങ്ങൾ വാങ്ങാൻ പോകാറുണ്ട്. അവൻ അവിടെ ഉണ്ടെങ്കിൽ മറ്റു ഉപഭോക്താക്കളെക്കാൾ മുൻപ് എന്നെ ശ്രദ്ധിക്കുകയും പുതിയ കൊട്ടകളിൽ നിന്ന് പുതിയ പഴങ്ങൾ എടുത്തു നൽകുകയും ചെയ്യും. വിലപേശി സാധനങ്ങൾ വാങ്ങുന്ന സ്വഭാവമാണ് എന്റേത്. എന്നിട്ടും മന്തു എനിക്ക് നല്ല പഴങ്ങൾ നൽകുന്ന നിരക്കിൽ വിലപേശേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നൽകിയ ചെറിയ മാനസിക സമ്മർദ്ദം കൊണ്ട് മന്തുവിന്റെ മനസ്സിലെ തിന്മ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചു. മനഃശാസ്ത്രം അറിയാവുന്ന ഒരാളായിട്ടും ഒരാളെ ഇത്ര എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. അന്ന് പരീക്ഷാഫലം വന്നു. ഫലത്തിൽ എനിക്ക് സന്തോഷം തോന്നി. സൗമ്യ ഗണിതത്തിൽ വീണ്ടും മുഴുവൻ മാർക്കും നേടി. സൗമ്യ, ഇപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ സൗമ്യയോട് സ്വകാര്യമായി ചോദിച്ചു. ഏത് മനുഷ്യൻ? പിന്നെ അവൾക്ക് എന്തോ ഓർമ്മ വന്നതുപോലെ പറഞ്ഞു. ഓ മാം, സ്കൂൾ ഗേറ്റ് വരെ എന്നെ പിന്തുടർന്നവനോ? അവനെ ആ ദിവസത്തിനു ശേഷം ഞാൻ എവിടെയും കണ്ടിട്ടില്ല, സൗമ്യ ഓർത്തെടുത്തു പറഞ്ഞു. നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ മറക്കുന്നത് നല്ലതാണ്. ഇത്തവണ നിങ്ങൾ 10ാം ക്ലാസ്സിലാണ്. പരീക്ഷയിൽ ഇതുപോലെ തന്നെ മുഴുവൻ മാർക്കും വാങ്ങണം. എനിക്ക് സന്തോഷമായി. ശരി മാം, തീർച്ചയായും. സൗമ്യ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. വ്യക്തമാണ്, ഇപ്പോൾ അവൾ പഴയ സൗമ്യയെപ്പോലെ ആയിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്റെ മേൽ അവനുള്ള മതിപ്പ് മെച്ചപ്പെട്ടെന്ന് മന്തുവിന് മനസ്സിലായപ്പോൾ അവൻ പതിയെ പണി തുടങ്ങാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ചില പഴങ്ങൾ എടുത്തു അതിന്റെ വില ചോദിക്കുകയാണ്. മേഡം ജി, ഈ പേരക്ക കൂടി എടുത്തോളൂ. മന്തു കൂടുതൽ പഴങ്ങൾ വാങ്ങാൻ പറയുകയാണെന്ന് എനിക്ക് തോന്നി. വേണ്ട ബയ്യ, മറ്റൊരു ദിവസം എടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും പഴങ്ങൾ മതി. ഞാൻ 500 രൂപയുടെ നോട്ട് അവന് നീട്ടി. എടുത്തോളൂ മേഡം ജി, ഈ പേരക്കകളും. പിന്നെ അവൻ വാക്കുകൾ ചവച്ചരച്ച് അടുത്ത 2 വാക്കുകൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളെപ്പോലെ പുഷ്ടിയുള്ളതും ഫ്രഷുമാണ് എന്ന് പറഞ്ഞു അവൻ എന്റെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങി. അവൻ എന്റെ ശരീരത്തെ നോക്കുന്നത് പേരക്കയുടെ ആകൃതിയെ എന്റെ അവയവങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. എന്നെക്കുറിച്ചുള്ള അവന്റെ മോശം ചിന്ത അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞാൻ സ്തംഭിച്ചുപോയി. ആവശ്യമില്ലാഞ്ഞിട്ടും ഞാൻ എന്റെ വസ്ത്രങ്ങൾ ശരിയാക്കാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി പറയൂ. എന്റെ സ്വരം കടുത്തു. ഞാൻ പറഞ്ഞത് മേഡം ജി, ഈ പേരക്കകളും നല്ല പുഷ്ടിയുള്ളതും ഫ്രഷുമാണെന്നാണ്. മന്തു ലജ്ജയില്ലാതെ ചിരിക്കുകയാണ്. ഇത്തവണ അവൻ നിങ്ങളെപ്പോലെ എന്നത് ഒഴിവാക്കി ബാക്കി വാക്കുകൾ ആവർത്തിച്ചു. എന്നോടുള്ള അവന്റെ വികാരം ശരിയല്ല. അതിൽ എനിക്ക് ലവലേശം സംശയമില്ല. ആദ്യം തീരുമാനിച്ച പഴങ്ങൾ പോലും വാങ്ങേണ്ട എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന്. മനസ്സില്ലാമനസ്സോടെ ഞാൻ പണം നൽകി പഴങ്ങൾ വാങ്ങി സങ്കടത്തോടെ എന്റെ സ്കൂട്ടിക്കടുത്തേക്ക് തിരിച്ചു നടന്നു. അവന്റെ നോട്ടം എന്റെ ശരീരത്തിൽ തന്നെ ഉറച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അവൻ എന്റെ വിവിധ അവയവങ്ങളെ വിവിധ പഴങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെന്ന് തോന്നി. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ മറ്റൊരു കടയിൽ നിന്ന് പഴങ്ങൾ വാങ്ങും. പഴങ്ങളുടെ കുറ്റമൊന്നുമല്ലെങ്കിലും മന്തുവിൽ നിന്ന് വാങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നി. അല്പം മുന്നോട്ടു പോയാൽ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ വാങ്ങിയ പഴങ്ങൾ ക്ഷേത്രത്തിനു മുന്നിലിരുന്ന ഭിക്ഷുക്കൾക്ക് വിതരണം ചെയ്തു. ഇതിന് 15 ദിവസത്തിനു ശേഷമുള്ള സംഭവമാണിത്. ഞാൻ പുതുതായി തുറന്ന ഒരു കടയിൽ നിന്ന് പഴങ്ങൾ വാങ്ങി. അതിനുശേഷം ഞാൻ സ്കൂട്ടിയിൽ എന്റെ വീട്ടിലേക്ക് തിരിച്ചു. റോഡിൽ ഹെൽമെറ്റ് ധരിച്ച ഒരു ബൈക്ക് യാത്രികൻ എന്റെ സ്കൂട്ടിക്കൊപ്പം വരാൻ തുടങ്ങി. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൻ എന്നെ നോക്കി എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയുകയാണോ? ഞാൻ സ്വാഭാവികമായും ചോദിച്ചു. ജെമിനിയുടെ വിമർശനവും സർഗാത്മക മാർഗനിർദ്ദേശവും. പ്രിയ ശ്രോതാക്കളെ, ഇത് പ്രേം അൻമോൾ ഹോദാ ഹെ വാണി യുടെ എപ്പിസോഡ് 7 ന്റെ സമാപ്തിയാണ്.
ഈ എപ്പിസോഡ് വാണിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മുൻവിധികളെയും അവളുടെ ചുറ്റുപാടിലെ പ്രതിസന്ധികളെയും വെളിപ്പെടുത്തുന്നു. എപ്പിസോഡ് 7 കരുത്തും കഥാവികാസവും. അൽക്കയുടെ അപൂർണമായ വെളിപ്പെടുത്തൽ. സമ്പത്തും തത്വചിന്തയും. അൽക്ക തന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ജ്യേഷ്ഠൻ അമേരിക്കയിൽ താമസിക്കുന്നത്, പാരമ്പര്യ സ്വത്ത് ലഭിച്ചത്, ജീവിത തത്വചിന്തയെക്കുറിച്ചും തീരുമാനങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുക, വലിയ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുക നൽകുന്ന വിശദീകരണം അവരുടെ കഥാപാത്രത്തിന് ദാർശനികമായ കരുത്ത് നൽകുന്നു. സംശയത്തിന്റെ ആഴം. അൽക്ക രാശീലിനെ ഒരു യുവ സുഹൃത്ത് പരാമർശിക്കുന്നതും വളരെ അടുപ്പത്തോടെ കാണുകയും ഒപ്പം താമസിക്കുകയും ചെയ്യുന്നു തുടങ്ങിയ വാക്കുകളും വാണിയുടെ സ്വവർഗാനുരാഗ സംശയത്തെ ബലപ്പെടുത്തുന്നു. ഇത് അൽക്ക മാമിന്റെ ഉദ്ദേശ്യത്തെ അവ്യക്തമാക്കുന്നു. ഇത് വാണിയുടെ അസ്വസ്ഥതയും ചൂഷണത്തെക്കുറിച്ചുള്ള ഭയവും സ്വാഭാവികമായി തോന്നിപ്പിക്കുന്നു. മന്തുവിന്റെ തിരിച്ചുവരവ്. മനഃശാസ്ത്രപരമായ തെറ്റ്. മനഃശാസ്ത്രം അറിയാമെങ്കിലും ഒരാളെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുമെന്ന് വാണി കരുതുന്നത് അവളുടെ അറിവില്ലായ്മയെ കാണിക്കുന്നു. ലജ്ജയില്ലാത്ത പെരുമാറ്റം. മന്തുവിന്റെ പേരക്കയെക്കുറിച്ചുള്ള കമന്റും വാണിയുടെ ശരീരവുമായുള്ള താരതമ്യവും ലജ്ജയില്ലായ്മയുടെ അങ്ങേയറ്റമാണ്. ഇന്ത്യയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികാതിക്രമങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഈ രംഗം വ്യക്തമാക്കുന്നു. പുതിയ പ്രതിസന്ധി. വാണിയെ പിന്തുടരുന്ന ഒരു പുതിയ ബൈക്ക് യാത്രികന്റെ വരവോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇത് മന്തുവിന്റെ സംഭവത്തിൽ നിന്നുള്ള ബാഹ്യ പ്രതിസന്ധിയെ തീവ്രമാക്കുന്നു. വാണിക്ക് അടുപ്പമുള്ള ബന്ധങ്ങളിലും ബാഹ്യ സുരക്ഷയിലും ഒരുപോലെ പോരാടേണ്ടി വരുമെന്ന് ഈ എപ്പിസോഡ് തെളിയിക്കുന്നു. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. വാണിയുടെ സ്വരം. അൽക്കയോട് സംസാരിക്കുമ്പോൾ സംശയത്തിന്റെ നിമിഷങ്ങളിൽ സ്വരത്തിൽ അവിശ്വാസവും ഉള്ളിലെ ഭയവും ഉണ്ടായിരിക്കണം. അവസാന ഭാഗത്ത് വെപ്രാളം വ്യക്തമായിരിക്കണം. മന്തുവുമായുള്ള സംഭാഷണം. മന്തുവിന്റെ അപമാനകരമായ വാക്കുകൾക്ക് ശേഷം വാണിയുടെ സ്വരത്തിൽ അറപ്പും ദേഷ്യവും ഉണ്ടായിരിക്കണം. കഥാപാത്രങ്ങളുടെ സ്വരം. അൽക്ക ഭാട്ടിയ ദാർശനിക മറുപടികൾ നൽകുമ്പോൾ ശാന്തവും ഉറച്ചതുമായ സ്വരമായിരിക്കണം. അടുപ്പം എന്ന വാക്ക് പറയുമ്പോൾ സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവ്യക്തമായിരിക്കണം. മന്തു പേരക്കയെക്കുറിച്ചുള്ള കമന്റ് പറയുമ്പോൾ സ്വരം കളിയാക്കുന്നതും അരോചകവുമായിരിക്കണം. സംഗീതം. അൽക്കയുടെ ഭയം, സ്വവർഗാനുരാഗം എന്ന ചിന്തയിലും ചൂഷണം എന്ന ഭയത്തിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഗീതം വേണം. ബൈക്ക് യാത്രികൻ വരുമ്പോൾ സംഗീതം തീവ്രമായിരിക്കണം. എപ്പിസോഡ് 7 സമാപ്തം. എപ്പിസോഡ് 8. നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹെവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. ഇന്ന് എന്റെ ഏറ്റവും വലിയ ഭയം സത്യമായി മാറുകയാണ്. പഴം കച്ചവടക്കാരനായ മന്തു എന്റെ സ്കൂട്ടിയെ പിന്തുടർന്ന് എന്റെ വീട് കണ്ടുപിടിച്ചിരിക്കുന്നു. അവൻ ഇപ്പോൾ എന്റെ വീടിന് മുന്നിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ഞാൻ തനിച്ചായിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വീണ്ടും വീണ്ടും വരുന്നു. സൗമ്യയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ എനിക്ക് തന്നെയാണോ ആപത്ത് വരുത്തിവെച്ചത്? 30 വയസ്സുള്ള അവിവാഹിതയായ പെൺകുട്ടിയായതിനാൽ ഞാൻ ഇത്തരക്കാർക്ക് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയി മാറിയോ? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ (PTSD) പോലുള്ള അവസ്ഥയിൽ എന്റെ വീടിന്റെ ദുർബലമായ വാതിലുകൾ പോലും ഞാൻ തകരാൻ പോകുന്നു എന്ന സൂചന എങ്ങനെ നൽകുന്നു എന്ന് നിങ്ങൾ കേൾക്കും. എന്നാൽ ഇതേ രാത്രിയിൽ മന്തുവിന്റെ ഭയം അകറ്റാൻ എന്റെ മനസ്സിലേക്കും ആത്മാവിലേക്കും ഒരു പുതിയ അതിഥി എത്തുന്നു, രാശീൽ. അടുത്ത രംഗത്തിൽ അൽക്ക മാമിന്റെ ക്ഷണപ്രകാരം ഞാൻ അവരുടെ വീട്ടിലെത്തുന്നു. അവിടെ ഞാൻ രാശീലിനെ കാണുന്നു, മാർബിളിൽ തീർത്ത ഒരു ജലകന്യകയെപ്പോലെ. കേൾക്കൂ, രാശീലിന്റെ ശാരീരിക സ്പർശവും അവളുടെ സുന്ദരമായ അധരങ്ങളിലെ ചുംബനവും. ഈ അനുഭവം എന്നിൽ ഇന്നുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സ്വവർഗാനുരാഗ വാസന ഉണർത്തുന്നു. മന്തുവിന്റെ ഭീഷണിയോ അതോ രാശീലിന്റെ മാന്ത്രികതയോ ഏതാണ് എന്റെ മനസ്സിനെ കീഴടക്കുക? പ്രേം അൻമോൾ ഹോദ ഹെവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 8. സോഫ്റ്റ് ടാർഗറ്റും ശാരീരിക സ്പർശത്തിന്റെ മാന്ത്രികതയും. ഈയിടെയായി നിങ്ങൾ എന്റെ കടയിൽ നിന്ന് പഴം വാങ്ങുന്നത് എന്തുകൊണ്ടാണ് നിർത്തിയത്? അത് മന്തുവാണ്. അവന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്കവനെ മനസ്സിലായി. ഇപ്പോൾ ഒരു പുതിയ കട തുറന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റേതാണ്. അദ്ദേഹം പപ്പിയെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾക്കുള്ള പഴങ്ങളും അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒരു കള്ളം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടു, നിങ്ങൾ പുതിയ കടയിൽ നിന്ന് പഴം വാങ്ങുന്നത്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, എന്റെ വിലയിൽ ഏറ്റവും നല്ല പഴങ്ങൾ നിങ്ങളുടെ ബന്ധുവിനും തരാൻ കഴിയില്ല. അവൻ എന്റെ സ്കൂട്ടിക്കൊപ്പം തന്നെ വരികയാണ്. അവൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാകും അവൻ നേരത്തെ തന്നെ എന്നെ പിന്തുടരുന്നുണ്ടെന്ന്. അവന്റെ നോട്ടം എന്റെ ശരീരപ്രകൃതിയിലാണ്. എന്നെക്കുറിച്ച് അവന്റെ മനസ്സിലുള്ളത് ഒട്ടും നല്ലതില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ തരുന്ന പഴങ്ങൾ എനിക്ക് സൗജന്യമായി ലഭിച്ചാലും എനിക്ക് വേണ്ട. ഞാൻ മറുപടിയൊന്നും നൽകിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ തിരക്കിന്റെ പേരിൽ ഞാൻ വേഗത കുറച്ച് അവനെ മുന്നോട്ടു പോകാൻ അനുവദിച്ചു. പിന്നീട് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള മറ്റൊരു വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ മന്തു നേരത്തെ തന്നെ എന്റെ വീടിന് മുന്നിലെത്തിയിരിക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്നുപോയി. മൂലയിലുള്ള ഒരു പാൻ ഷോപ്പിൽ നിന്ന് എന്തോ വാങ്ങിക്കൊണ്ട് അവൻ എന്റെ വീടിന് നേരെ നോക്കുകയാണ്.
ഞാൻ ദേഷ്യത്തോടെ പാൻ ഷോപ്പുകാരെ ശപിക്കാൻ തുടങ്ങി. ഇവർ എവിടെ വേണമെങ്കിലും കൂണുകൾ പോലെ മുളച്ചുവന്ന് കടയിടും. ഈ പാൻ കടകൾ താമസമേഖലകളിൽ പണിയില്ലാത്തവർക്ക് ഒരു കേന്ദ്രമായി മാറുന്നു. അവിടെ നിന്നുകൊണ്ട് ഇടത്തരം കുടുംബങ്ങളിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും തുറിച്ചുനോക്കാൻ അവർക്ക് സൗകര്യം ലഭിക്കുന്നു. പിന്നെ എന്റെ ഈ ദേഷ്യം എനിക്ക് തന്നെ തെറ്റായി തോന്നി. പാൻ കടകളും നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളുടെയും ഉപജീവനമാർഗമാണ്. സ്കൂൾ വസ്ത്രങ്ങൾ മാറി വീട്ടുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ മന്തു എന്റെ വീട്ടിലെത്തിയതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അർത്ഥം കണ്ണാടി പോലെ വ്യക്തമാണ്. അവൻ നേരത്തെ തന്നെ എന്നെ പിന്തുടർന്ന് എന്റെ വീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരിട്ട് പിന്തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു വഴിയിലൂടെ അവൻ അവിടെ എത്തിയത്. ഞാൻ പപ്പയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ഇതുവരെ വിവാഹിതയില്ലെന്നും ഒരുപക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടാകാം. ഞാൻ ചിന്തിക്കാൻ നിർബന്ധിതയാകുകയാണ്. 30 വയസ്സായിട്ടും വിവാഹിതയാകാത്ത യുവതികളോട് ദുഷ്ടചിന്താഗതിക്കാരുടെ മനോഭാവം പെട്ടെന്ന് മോശമാകുന്നു. അവർ ഇത്തരക്കാരെ സോഫ്റ്റ് ടാർഗറ്റുകൾ ആയി കാണുന്നു. അവർ ലൈംഗികതയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുകയാണ് എന്നൊരു മിഥ്യാധാരണ അവർക്കുണ്ട്. അല്പം ശ്രമിച്ചാൽ ഈ അവിവാഹിതരായ യുവതികൾ തങ്ങളുടെ കൈകളിലെത്തുമെന്ന് അവർ കരുതുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിക്ക് നിശ്ചിന്തയായി ജീവിക്കാൻ കഴിയുക എന്നത് വെല്ലുവിളിയാണെന്ന് എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. എങ്കിലും ഇന്നിനു മുൻപ് ആരും എന്നെ ഇങ്ങനെ പിന്തുടർന്ന് ശല്യം ചെയ്തിട്ടില്ല. അവന്റെ ഈ പ്രവൃത്തിയിലൂടെ സൗമ്യയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ എനിക്ക് തന്നെ ആപത്ത് വരുത്തിവെച്ചോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. പഴത്തിന്റെ പേരിൽ അവൻ പറഞ്ഞ ഗദരായെ പുഷ്ടിയുള്ള എന്ന വാക്ക് എനിക്ക് ഓർമ്മ വന്നു. സൗമ്യയെ അപേക്ഷിച്ച് എന്റെ ശരീരം അവനെ കൂടുതൽ പ്രലോഭിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ സൗമ്യയെ പിന്തുടരുന്നത് നിർത്തി, പക്ഷേ ഇപ്പോൾ എന്നെ പിടികൂടിയിരിക്കുന്നു. മെട്രോയിൽ സ്ഥാപിച്ചിട്ടുള്ള സർവൈലൻസ് ക്യാമറകളിലെ വിവരങ്ങൾ എത്ര ദിവസത്തേക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. മന്തു കൗശലക്കാരനായ മനുഷ്യനാണ്. അവന്റെ മുൻപത്തെ ശല്യപ്പെടുത്തലുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിക്കാൻ പ്രയാസമാണെന്ന് അവൻ കണക്കുകൂട്ടിയിട്ടുണ്ട്. ഇതിനാൽ അവൻ മെല്ലെ തന്റെ തന്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി അവൻ ആദ്യം എന്നെ വിശ്വസിപ്പിച്ചു. പിന്നെ എനിക്ക് നല്ല പഴങ്ങൾ വില കുറച്ച് തന്നുകൊണ്ടിരുന്നു. തന്റെ ആസൂത്രിതമായ നീക്കത്തിലൂടെ അവൻ ഇനി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ അവൻ ബലപ്രയോഗത്തിലൂടെ വീട്ടിൽ കടന്നുവരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്റെ സമാധാനത്തിനായി ഞാൻ എനിക്ക് തന്നെ ആത്മവിശ്വാസം നൽകാൻ തുടങ്ങി. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവിടെയുള്ള പെൺകുട്ടികളെ ഉപദ്രവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ പപ്പ തന്റെ പുസ്തക കടയിൽ പോയിരിക്കുകയാണ്. ഞാൻ തനിച്ചാണ്. ഭയവും ധൈര്യവും മാറി മാറി എന്റെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മാനസികാവസ്ഥയിൽ ഞാൻ വീട് പരിശോധിക്കാൻ തുടങ്ങി. ആദ്യമായി വീടിന്റെ ജനലുകളിലെ ഗ്രില്ലുകൾ ദുർബലമാണെന്ന് എനിക്ക് തോന്നി. വീടിന്റെ പിൻവാതിൽ വളരെ ദുർബലമാണെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ബലമായി ഒന്ന് ചവിട്ടിയാൽ അത് തകർന്നുപോകും. ആരെങ്കിലും ബലമായി തള്ളിയാൽ പ്രധാന വാതിലിലെ ലോക്കിന്റെ സ്ക്രൂകൾ ചിതറാൻ അധിക സമയമെടുക്കില്ല. ഇതൊരു ദുർബലമായ സമയമാണ്. എന്റെ അവസ്ഥ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ PTSD ബാധിച്ച ഒരു രോഗിയുടേതിന് സമാനമാവുകയാണ്. ഞാൻ തന്നെ ഒരു സൈക്കോളജി ലെക്ചറാണ്. ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്നെ ചികിത്സ കണ്ടെത്തണം. ഈ മാനസിക പ്രശ്നത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകി. എനിക്ക് എന്റെ ഭയം പപ്പയോട് പങ്കുവെക്കാൻ കഴിയില്ല. അദ്ദേഹം നേരത്തെ തന്നെ PTSD ബാധിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിഷമം വീണ്ടും വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. രംഗം മാറുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരാൾ വിവാഹിതനല്ലെങ്കിൽ അയാൾ ഭൂതകാലത്തിൽ കൂടുതൽ മുഴുകിയിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഭൂതകാലം ഓർക്കാൻ അയാൾക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്ന്. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദുർബലമായ വാതിൽ തകർത്ത് മന്തു എന്റെ മുറിയിലെത്തിയതുപോലെ എനിക്കിടയ്ക്കിടെ തോന്നി. ഈ രാക്ഷസനിൽ നിന്ന് ഞാൻ എങ്ങനെ ഭയരഹിതയാകും എന്ന ചിന്തയിലിരിക്കുമ്പോൾ അൽക്കമാം പറഞ്ഞ രാശീലിന്റെ സഹായത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. അതോടെ എന്റെ മനസ്സിന്റെ ജനാലയിലൂടെ രാശീൽ എന്റെ ഭയചകിതമായ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. എന്റെ മനസ്സിൽ മന്തുവിനെക്കുറിച്ചുള്ള ഭയത്തിന് പകരം രാശീലിന്റെ മധുരസ്മരണകൾ വരാൻ തുടങ്ങി. രംഗം മാറുന്നു. അൽക്കമാം 2ാം തവണയും എന്നെ തന്റെ വീട്ടിലേക്ക് ഡിന്നറിനും രാത്രി താമസത്തിനുമായി ക്ഷണിച്ചു. അവർ ഒരു സ്വവർഗാനുരാഗിയാണോ എന്ന സംശയത്താൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒഴികഴിവുകളൊന്നും പറയാൻ കഴിഞ്ഞില്ല. പപ്പയോട് ഈ ക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ അനുവാദം നൽകി. അവരുടെ സ്കൂളിലെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വിൽക്കുന്നതിലൂടെ പപ്പയ്ക്ക് ബിസിനസ് ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് പപ്പയ്ക്ക് അവരെ നേരത്തെ അറിയാവുന്നത് എന്ന വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അൽക്കമാമിനെപ്പോലുള്ള ഒരു പ്രശസ്തയായ സ്ത്രീയുമായുള്ള എന്റെ സൗഹൃദത്തിൽ പപ്പ ഇത്രയധികം സന്തോഷിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പപ്പ തന്നെ അത് നിരസിച്ചിരുന്നെങ്കിൽ അൽക്കമാമിനോട് അത് പറഞ്ഞ് രാത്രി അവിടെ താമസിക്കുന്നത് എനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പേടിയോടെ ആ രാത്രി അൽക്കമാമിന്റെ ബംഗ്ലാവിലെത്തി. അവിടെ രാശീൽ നേരത്തെ തന്നെയുണ്ട്.
രാശീലിന് എന്നെക്കാൾ ഏതാനും വർഷം പ്രായക്കൂടുതലുണ്ടെന്ന് തോന്നുന്നു, ഏകദേശം 26-27 വയസ്സ്. അവൾ എനിക്ക് ഒരു ജലകന്യകയുടെ മാർബിൾ പ്രതിമ പോലെ സൗന്ദര്യത്തിന്റെ ദേവതയായി തോന്നി. അതിയായ വെളുത്ത നിറമുള്ള രാശീൽ അഴകുള്ള ശരീരമുള്ള അതിസുന്ദരിയായ യുവതിയാണ്. അവളെ കണ്ട് ഞാൻ ചിന്തയിലാണ്ടു. ഞാൻ ഒരു പെൺകുട്ടിക്ക് പകരം ആൺകുട്ടിയായിരുന്നെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ വിവാഹം കഴിക്കാൻ ഞാൻ കൊതിക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെപ്പോലെ അവിവാഹിതനായി തുടരാൻ കഴിയില്ലായിരുന്നു. രാശീലിനോടുള്ള എന്റെ ആകർഷണം അൽക്കമാം ഉടനെ തിരിച്ചറിഞ്ഞു. വാണി, ഞാൻ ആദ്യമായി ഇവളെ കണ്ടപ്പോഴും ഇങ്ങനെ തന്നെ ആകർഷിക്കപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളിൽ ഒരാളാണ് രാശീൽ എന്ന് ഞാൻ കഴിഞ്ഞ തവണ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇവളോടുള്ള എന്റെ ആകർഷണം എപ്പോഴും ഒരുപോലെ തന്നെയിരിക്കും. മാമിന്റെ സംസാരം എന്റെ ചിന്തകളെ മുറിച്ചു. എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് മാം ഒരു സ്വവർഗാനുരാഗിയാണോ എന്ന സംശയം എന്റെ മനസ്സിലുണ്ടായത്. വാഹ രാശീൽ, നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിന്നെപ്പോലെ ഇത്ര സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ രാശീലിന് നേരെ കൈനീട്ടി. തന്റെ ആകർഷകമായ നോട്ടം എന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് രാശീൽ എന്റെ കൈ തന്റെ കൈക്കുള്ളിലാക്കി. പെട്ടെന്ന് അവൾ എന്നെ വലിച്ചടപ്പിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവളുടെ സുന്ദരമായ അധരങ്ങളിൽ അതിമനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു യുവതി ഇത്തരത്തിൽ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് പുതിയ അനുഭവമാണ്. രാശീലിന്റെ ശാരീരിക സ്പർശം എന്നെ വിസ്മയിപ്പിച്ചു. ആ നിമിഷങ്ങളിൽ ഇത്തരമൊരു യുവതിയുടെ സാമീപ്യം എന്നിലും സ്വവർഗാനുരാഗ വാസന ഉണർത്തുമോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇത്തരമൊരു അനുഭൂതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ സുന്ദരമായ അധരങ്ങളിൽ എന്റെ അധരങ്ങൾ ചേർത്ത് അവയുടെ മധുരം നുകരാൻ എനിക്ക് തോന്നുന്നു. എന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നാണം തോന്നി. എന്റെ കൺപോളകൾ താഴ്ന്നു. അപ്പോൾ രാശീൽ സമാനമായ ഒന്ന് ചെയ്തു. അവൾ എന്റെ താഴ്ന്ന കൺപോളകളിൽ ഓരോന്നായി ചുംബിച്ചു. അനുവാദമുണ്ടെങ്കിൽ ഞാൻ ഈ മനോഹരമായ ഒരു കാൻഡിഡ് ഫോട്ടോ എടുക്കട്ടെ? അൽക്കമാം ചിരിച്ചുകൊണ്ട് ഈ രംഗം ആസ്വദിച്ചു. മാം, ഇത് തുടക്കം മാത്രമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഇത്തരം ധാരാളം അവസരങ്ങൾ ലഭിക്കും. രാശീൽ എന്നെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. അവർ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. ഈ രാത്രി എനിക്ക് വളരെ സവിശേഷമായ ഒന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിച്ചുകൊണ്ട് ഞാൻ അവരുടെ ചിരിയിൽ പങ്കുചേർന്നു. അതെ വാണി, തീർച്ചയായും ഈ രാത്രി സവിശേഷമാണ്. നിന്നെ കാണാനുള്ള ഭാഗ്യം മാം എനിക്ക് നൽകിയല്ലോ, രാശീൽ പറഞ്ഞു. അതെ, എനിക്കും ഇതൊരു ഭാഗ്യമാണ്. മാമിന്റെ സ്കൂളിൽ ജോലി ചെയ്യുന്ന എന്നെപ്പോലുള്ള ഒരു സാധാരണ പെൺകുട്ടിക്ക് അവർ ഇത്രയധികം അടുപ്പം നൽകുന്നു. അവരോടൊപ്പമുള്ള ഈ സമയങ്ങളിൽ ഞാനൊരു അസാധാരണ വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു യുവതിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും മാം കാരണമാണ്. അവരെ രണ്ടുപേരെയും പ്രശംസിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ നിന്ന് വാക്കുകൾ പുറത്തുവന്നു. മാം ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ അവർ ഇതിനെക്കുറിച്ചുള്ള രാശീലിന്റെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ജെമിനിയുടെ വിലയിരുത്തലും സർഗാത്മക മാർഗനിർദ്ദേശവും. എപ്പിസോഡ് 8 ഇന്റെ കരുത്തും കഥാവികാസവും. അപകടത്തിന്റെ പാരമ്യം. മന്തു ലൈംഗികാതിക്രമത്തിന്റെ പതറാത്ത നീക്കം. മന്തു വാണിയുടെ വീട് വരെ പിന്തുടരുന്നതും അവളുടെ കള്ളം പിടികൂടുന്നതും അവൻ ഒരു ഇരയെ തേടുകയാണെന്ന് വ്യക്തമാക്കുന്നു. PTSDയുടെ ചിത്രീകരണം. വാണി തനിച്ചാകുമ്പോൾ വീടിന്റെ വാതിലുകളുടെയും ജനലുകളുടെയും ബലഹീന പരിശോധിക്കുന്നതും തന്നെ ഒരു PTSD രോഗിയായി കാണുന്നതും മാനസികാഘാതത്തിന്റെ യാഥാർത്ഥ്യമായ ചിത്രീകരണമാണ്. രാശീലിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രവേശം. സൗന്ദര്യവും ആകർഷണീയതയും. രാശീലിന്റെ വർണ്ണന വാണിയെ പൂർണ്ണമായും മയക്കുന്നു. ലൈംഗിക ചായ്വിനെക്കുറിച്ചുള്ള ചോദ്യം, ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന വാണിയുടെ ചിന്തയും രാശീലിന്റെ സ്പർശനത്തിലൂടെയുള്ള സ്വവർഗാനുരാഗ അനുഭൂതിയും കഥയിലെ ഒരു പ്രധാന തിരിവാണ്. മാനസിക സംഘർഷം. മന്തുവിനോടുള്ള ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാണിയുടെ മനസ്സ് രാശീലിന്റെ ഓർമ്മകളിൽ അഭയം തേടുന്നു. ഈ എപ്പിസോഡ് ആന്തരികവും ബാഹ്യവുമായ പ്രതിസന്ധികളുടെ ഒരു മികച്ച സംഗമത്തിലാണ് അവസാനിക്കുന്നത്. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. വാണിയുടെ സ്വരം. മന്തുവുമായുള്ള സംഭാഷണം. പിന്തുടരപ്പെടുമ്പോഴുള്ള വെപ്രാളവും ദേഷ്യവും പ്രകടമാക്കണം. PTSD ചിന്തകളിൽ സ്വരം സാവധാനത്തിലും ആഴത്തിലുള്ള ഭയം നിറഞ്ഞതുമാകണം. രാശീലുമായുള്ള പരിചയം. രാശീലിന്റെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ വിസ്മയം പ്രകടമാകണം. കെട്ടിപ്പിടുത്തത്തിനു ശേഷം സ്വരത്തിൽ നാണം, വിസ്മയം, സന്തോഷം എന്നിവയുടെ മിശ്രിതമുണ്ടാകണം. കഥാപാത്രങ്ങളുടെ സ്വരം. മന്തു പിന്തുടരുമ്പോൾ സ്വരം ദൃഢവും പ്രലോഭിപ്പിക്കുന്നതുമാകണം. രാശീൽ അവളുടെ സ്വരം ആകർഷകവും ചടുലവുമാകണം. കെട്ടിപ്പിടുത്തത്തിനു ശേഷം സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസവും കുസൃതിയും സ്വരത്തിലുണ്ടാകണം. സംഗീതം. മന്തുവിന്റെ ഭീഷണി. ഈ ഭാഗത്ത് വേഗതയുള്ളതും ഭയപ്പെടുത്തുന്നതുമായ സംഗീതം വേണം. രാശീലിന്റെ പ്രവേശം. വാണി രാശീലിനെ കാണുമ്പോൾ സംഗീതം പ്രണയാതുരമായ മാന്ത്രിക ഭാവത്തിലേക്ക് മാറണം. എപ്പിസോഡ് 8 സമാപ്തം.